നിയോൺ ബൾബുകളുടെ പ്രകാശത്തിൽ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന തിരൂർ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റൽ. അപ്പോൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ അടഞ്ഞ വാതിലിനു മുമ്പിൽ നിൽക്കുകയാണ് മഹേശ്വരൻ നമ്പൂതിരിയും കാര്യസ്ഥൻ രാമൻ നായരും ഡ്രൈവർ കുമാരൻകുട്ടിയും. ചന്ദ്രയ്ക്ക് എന്ത് സംഭവിച്ചു? കലങ്ങി മറിയുന്ന മൂന്ന് മനസ്സുകൾ, ഉത്കണ്ഠ നിറഞ്ഞ മുഖങ്ങൾ. തിടുക്കപ്പെട്ട് നടക്കുന്ന നഴ്സുമാരും വീൽചെയറിൽ രോഗികളെ തള്ളിക്കൊണ്ടു പോകുന്നവരും ആദ്യ പിടിച്ചു നിൽക്കുന്ന തൃക്കണ്ണാപുരം മനയിലുള്ളവരെ ഗൗനിച്ചില്ല. ഇന്റൻസീവ് കെയർ യൂണിറ്റിന്റെ വാതിൽ ചെറുതായൊന്നനങ്ങി. മഹേശ്വരൻ നമ്പൂതിരി അക്ഷമനായി. ഡോക്ടർ വനജ പുറത്തിറങ്ങി. മഹേശ്വരൻ നമ്പൂതിരി പിന്നാലെ ചെന്നു. ഡോക്ടർ, ചന്ദ്രയ്ക്ക്? ഡോക്ടർ തിരിഞ്ഞു നോക്കി. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ചന്ദ്രയുടെ ആരാ? ചെറിയമ്മാവൻ മഹേശ്വരൻ നമ്പൂതിരി. കൊണ്ടുവരുമ്പോൾ ബോധമുണ്ടായിരുന്നില്ല. ബോധം വീണപ്പോഴാണ് പേരും മേൽവിലാസവും ഫോൺ നമ്പറും ഒക്കെ കിട്ടിയത്. ഒ പിയിലേക്ക് വരൂ. ഡോക്ടർ പറയാൻ പോകുന്നത് എന്തായിരിക്കും? വേവലാതിപ്പെട്ട മനസ്സുമായി മഹേശ്വരൻ നമ്പൂതിരി ഡോക്ടറുടെ പിന്നാലെ ചെന്നു. ഒ പിയിൽ ഇൻസ്പെക്ടർ സുരേഷ് ബാബു ഡോക്ടറെ കാത്തിരിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ വന്നിട്ട് അധിക നേരമായോ? കുശലാന്വേഷണത്തോടെ എതിർവശത്തെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഡോക്ടർ ഇൻസ്പെക്ടറുടെ നേർക്ക് മുഖമുയർത്തി. കുറച്ചു നേരമേ ആയുള്ളൂ. തൃക്കണ്ണാപുരം പാലത്തിലുണ്ടായ ആക്സിഡന്റ് അറിഞ്ഞു വന്നതാണ്. പരുക്ക് 2 പേർക്കുണ്ട്. ബാംഗ്ലൂർ മെഡിസിന് പഠിക്കുന്ന ചന്ദ്ര, മറ്റൊരാൾ ശങ്കരൻ നമ്പൂതിരി. ആരാണ് അവരെ ഇവിടെ എത്തിച്ചത്? മരം കയറ്റിയ ലോറിയില്ല ഇവിടെ കൊണ്ടുവന്നത്. 2 പേരും തെറിച്ച് വീണ് കിടക്കുകയായിരുന്നു അത്രേ. ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. മഹേശ്വരൻ നമ്പൂതിരി വാതിൽക്കിൽ നിന്ന് ഓർമ്മിപ്പിച്ചു. ഓ സോറി മഹേശ്വരൻ നമ്പൂതിരി, നിങ്ങളൊപ്പം വന്ന കാര്യം മറന്നു. അയാൾ ഡോക്ടറുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ചന്ദ്രയ്ക്ക് പരിഭ്രമിക്കാനൊന്നുമില്ല. നെറ്റിയിൽ ചെറിയ മുറിവുണ്ട്. എക്സ്റേയിൽ തലയ്ക്ക് ക്ഷതമേറ്റതായി കാണുന്നില്ല. എങ്കിലും നിരീക്ഷണത്തിലാണ്. രാവിലെ 10 മണിയോടെ വീട്ടിലേക്ക് മടങ്ങാം, കുഴപ്പമൊന്നുമില്ലെങ്കിൽ. ശങ്കരൻ നമ്പൂതിരിക്ക്? അയാൾക്കും കുഴപ്പമില്ല. ഈശ്വരാ, മല പോലെ വന്നത് മഞ്ഞുപോലെയായി. മഹേശ്വരൻ നമ്പൂതിരി ആശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ചു. മനയ്ക്കൽ ആരൊക്കെയുണ്ട്? ഇൻസ്പെക്ടർ മഹേശ്വരൻ നമ്പൂതിരിയോട് ചോദിച്ചു. മഹേശ്വരൻ എന്നാണ് എൻ്റെ പേര്. ജ്യേഷ്ഠൻ രുദ്രൻ നമ്പൂതിരി. ഞങ്ങളുടെ നടുവിൽ ഒരു പെങ്ങളുണ്ടായിരുന്നു. അവൾ മരിച്ചു. ശകുന്തളയുടെ മകളാണ് ചന്ദ്ര. ഞാനും ജ്യേഷ്ഠനും വേലി കഴിച്ചിട്ടില്ല. ചന്ദ്രയ്ക്ക് കാറുണ്ടോ? ഡ്രൈവിംഗ് അറിയാം, കാറില്ല. ആ കുട്ടി ഓടിച്ചിരുന്ന കാർ ആരുടേതാണ്? അതാണ് നിശ്ചയില്ലാത്ത. സാധാരണയായി കുറ്റിപ്പുറം വരെ ട്രെയിനിലാണ് വരാറ്. ഇൻസ്പെക്ടർ ഒന്ന് അമർത്തി മൂളി. മഹേശ്വരൻ നമ്പൂതിരി തിരിച്ചുപോയി. ചന്ദ്ര വലുതും പറഞ്ഞോ മാഡം? ഇൻസ്പെക്ടർ ഡോക്ടറുടെ നേരെ തിരിഞ്ഞു. അപകടം നടന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. മനസ്സിൽ ഭയം കടന്നുകൂടിയിട്ടുണ്ട്. എന്തോ കണ്ട് പേടിച്ചതുപോലെ. ചന്ദ്രയെ എനിക്കൊന്ന് കാണണം, വിവരങ്ങൾ അറിയാനാ. വേണ്ട, ഇപ്പോൾ കാണണ്ട. രാവിലെ നോർമലാവും. അന്നേരം ചോദിച്ചറിയാമല്ലോ. ഓക്കെ മാഡം, ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഇൻസ്പെക്ടർ തിരിച്ചു പോവാൻ എഴുന്നേറ്റു. അയാൾ പുറത്തിറങ്ങി ജീപ്പുമായി മടങ്ങി. ഇതേ സമയത്ത് മല്ലൂർക്കടവിലെ ശിവപ്രതിമ കെട്ടിപ്പിടിച്ച് പേടിച്ചരണ്ടിരിക്കുകയായിരുന്നു ഹെഡ് കോൺസ്റ്റബിൾ കേശവൻപിള്ള. ഭയം തെല്ലൊന്നടങ്ങിയപ്പോൾ മെല്ലെ മുഖമുയർത്തി. തൃക്കണ്ണാപുരം പാലത്തിന്റെ കാലുകളിലേക്ക് കണ്ണോടിച്ചു. പിന്നെ എഴുന്നേറ്റു. ഇനി ഇവിടെ നിൽക്കുന്നത് ജീവൻ ആപത്താണ്. അയാൾ ഓടി തിരിഞ്ഞു നോക്കാതെ മാവിൻചോട്ടിൽ ചെന്നാണ് നിന്നത്. കിതപ്പോടെ മാവിൻ തറയിൽ ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് സബ് ഇൻസ്പെക്ടർ ജീപ്പുമായി അവിടെ എത്തിയത്. കേശവൻപിള്ള കിതയ്ക്കുന്നത് എന്താണ്? ഇൻസ്പെക്ടർ ചോദിച്ചു. സാറേ, അവിടെ. അയാൾക്ക് വാക്കുകൾ മുഴുമിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഓർക്കാൻ പോലും കഴിയാത്ത സംഭവമായിരുന്നല്ലോ അത്. നിങ്ങളോട് അവിടെ നിൽക്കാനല്ലല്ലോ പറഞ്ഞത്. ഇൻസ്പെക്ടറുടെ ശബ്ദം കനത്തു. അതല്ല സർ. കത്തിക്കരിഞ്ഞ കാറിൽ നിന്നും ജീവനുള്ള 2 മനുഷ്യരൂപങ്ങൾ ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾക്ക് ഭ്രാന്താണ്, മുഴുഭ്രാന്ത്. ഇൻസ്പെക്ടർ പല്ലിറുമി. ഞാൻ പറയുന്നത് സാറൊന്ന് ക്ഷമയോടെ കേൾക്കണം. കേശവൻപിള്ള കുറച്ചു മുമ്പ് കണ്ട സംഭവങ്ങൾ നടുക്കത്തോടെ വിവരിച്ചു. എതിർത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല ഇൻസ്പെക്ടർക്ക്. ഒരുപക്ഷെ കേശവൻപിള്ള പറഞ്ഞതിൽ വല്ല സത്യവുമുണ്ടെങ്കിലോ? കയറിക്കൊള്ളൂ, ഇൻസ്പെക്ടർ പറഞ്ഞു. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ കേശവൻപിള്ള ജീപ്പിൽ കയറി.
ജീപ്പ് മുന്നോട്ടെടുത്ത നിമിഷം ഇടിമുഴക്കം കണക്കെ ഉഗ്ര ശബ്ദത്തോടെ മാവിന്റെ വലിയൊരു കൊമ്പ് ഇടിഞ്ഞു വീണു. സഡൻ ബ്രേക്കിട്ട് ഇൻസ്പെക്ടർ തിരിഞ്ഞു നോക്കി. തലനാരിഴ വ്യത്യാസത്തിലാണ് വലിയ ദുരന്തം നീങ്ങിയത്. ജീപ്പ് മുന്നോട്ടെടുത്തില്ലായിരുന്നുവെങ്കിൽ മരക്കൊമ്പ് വീണ് ജീപ്പ് തകരുമായിരുന്നു. ഇൻസ്പെക്ടറുടെ മനസ്സിലും ചെറിയ നടുക്കമുണ്ടായി. ഇനിയും ഇവിടെ നിന്നാൽ അപകടമാണ് സർ, കേശവൻപിള്ള പറഞ്ഞു. അയാളുടെ മുഖത്ത് ഒരു തുള്ളി ചോരയില്ല. അയാൾ അത്രയ്ക്ക് ഭയന്നിരുന്നു. ഒരു കാളരാത്രി. ഇൻസ്പെക്ടർ അമർഷത്തോടെ ജീപ്പ് മുന്നോട്ടെടുത്തു. പിറ്റേന്ന് പകൽ. തിരൂർ താലൂക്ക് ആശുപത്രി ഉണർന്നിരിക്കുന്നു. ആശുപത്രി വളപ്പിലെ വലിയ പുളിയന്മാവും ചോട്ടിൽ അങ്ങിങ്ങ് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. 8 മണിയോടെ ഡോക്ടർമാർ കാറുമായി ആശുപത്രിയിൽ എത്തിത്തുടങ്ങി. രോഗികളും വന്നുകൊണ്ടിരിക്കുന്നു. ഒരു അംബാസഡർ കാർ ആശുപത്രി വളപ്പിലേക്ക് കയറി ഒതുങ്ങി നിന്നു. ഡോർ തുറന്ന് പുറത്തിറങ്ങിയത് സുമുഖനായ ചെറുപ്പക്കാരൻ. ജീൻസും ഷർട്ടും ധരിച്ച കൂളിംഗ് ഗ്ലാസ് വെച്ച വെളുത്ത ചെറുപ്പക്കാരൻ. വില കൂടിയ വാച്ച് കയ്യിൽ കെട്ടിയിരുന്നു. ഷർട്ടിനിടയിലൂടെ മാലയുടെ സ്വർണ്ണത്തിളക്കം. കണ്ണട മടക്കി കീശയിൽ വെച്ച് അയാൾ OPയിലെത്തി. 3-4 ഡോക്ടർമാർ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നുണ്ട്. ഒരു ഡോക്ടർ അമ്മയോടൊപ്പം വന്ന കുട്ടിയുടെ വായിലേക്ക് ടോർച്ചടിച്ച് നോക്കുകയാണ്. എക്സ്ക്യൂസ് മീ. ടോർച്ച് മാറ്റി ഡോക്ടർ മുഖമുയർത്തി. യെസ്. കാർ ആക്സിഡന്റിൽ കൊണ്ടുവന്ന ചന്ദ്രയെ കാണാനാണ്, ചെറുപ്പക്കാരൻ പറഞ്ഞു. ഒബ്സർവേഷൻ റൂമിലുണ്ട്. അയാൾ ഒബ്സർവേഷൻ റൂം തെരഞ്ഞു. ഒബ്സർവേഷൻ റൂം എന്നെഴുതിയ മുറിയുടെ വാതിൽ അടഞ്ഞു കിടക്കുന്നു. വാതിൽ മുട്ടി ചെറുതായെന്ന് തള്ളിയപ്പോൾ വാതിൽപ്പാളികൾ തുറന്നു. 2 ബെഡുള്ള മുറി. ഒന്നിൽ ശങ്കരൻ നമ്പൂതിരി ഇരിക്കുന്നു. മറ്റേതിൽ കിടക്കുകയാണ് ചന്ദ്ര. നെറ്റിയിൽ തുണി വെച്ച് മുറിവ് കെട്ടിയിട്ടുണ്ട്. മഹേശ്വരൻ നമ്പൂതിരിയും രാമൻ നായരും ഡ്രൈവർ കുമാരൻകുട്ടിയും മുറിയിലുണ്ട്. ആരെയും ചെറുപ്പക്കാരന് മനസ്സിലായില്ല, ചന്ദ്രയൊഴികെ. തുറന്ന കണ്ണുകളിൽ ചന്ദ്ര ആ രൂപം കണ്ടു. അജിത്. അവളുടെ ചുണ്ടുകൾ ചലിച്ചു. നിർനിമേഷനായി നിൽക്കുകയാണ് അയാൾ. ചന്ദ്ര എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അജിത്ത് ഓടിയെത്തി തടഞ്ഞു. വേണ്ട, കിടന്നോളൂ. ചന്ദ്ര ദൈന്യതയോടെ അജിത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി. രാവിലെ അറിഞ്ഞു, ഉടനെ പോന്നു, അജിത്ത് പറഞ്ഞു. അജി, സോറി, റിയലി സോറി. ഓക്കെ, താൻ വിഷമിക്കാതിരിക്കുക. ആരാ മോളെ ഇത്? മഹേശ്വരൻ നമ്പൂതിരി ചന്ദ്രയെയും അജിത്തിനെയും മാറി മാറി നോക്കി. ഓ, ഞാൻ പരിചയപ്പെടുത്തിയില്ല. ചെറിയമ്മാവ, ഇത് അജിത്ത്, എൻ്റെ ക്ലാസ്മേറ്റാണ്. പരപ്പനങ്ങാടിയിലാ വീട്. അജിയും നാളെ സപ്തതി ആഘോഷത്തിന് വരുന്നുണ്ട്. ഇയാളുടെ കാറല്ലേ മോള് കൊണ്ടുവന്നേ? അതെ. കോളേജിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ചാ പോകുന്നത്. ട്രെയിനിൽ കുറ്റപ്പുറത്തേക്ക് ടിക്കറ്റ് എടുക്കാൻ ഞാൻ ചന്ദ്രയോട് പറഞ്ഞതാ, കേട്ടില്ല. വീട്ടിലെത്തി കാറുമായി പോന്നു. രാത്രി കാർ എടുക്കണ്ടെന്നും പറഞ്ഞു. ഒരു ത്രില്ലാന്നും പറഞ്ഞ് കൊണ്ടുവന്നു. ഇപ്പൊ ദേ കിടക്കുന്നു, അജിത്ത് മഹേശ്വരൻ നമ്പൂതിരിയോട് പറഞ്ഞു. സ്വന്തം വീട്ടിലേക്ക് പോരുമ്പോൾ വഴിക്ക് മറ്റൊരാളുടെ വീട്ടിൽ കയറേണ്ട കാര്യമില്ല. കോളേജിൽ ചേർന്നപ്പോൾ കുട്ടിക്ക് തന്നിഷ്ടമായില്ലേന്ന് ഒരു സംശയം, മഹേശ്വരൻ നമ്പൂതിരി പരിഭവിച്ചു. കല്യാണപ്രായം എത്തിയ പെണ്ണ, ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞ് തോന്നിയതുപോലെ നടക്കുകയാണെന്ന ആക്ഷേപം വാക്കുകളിൽ കുടികൊണ്ടിരുന്നു. ബ്രേക്ക് ഡൗൺ ആയതാണോ? അജിത്ത് ചോദിച്ചു. അല്ല, വഴിക്ക് വെച്ച് ദമ്പതികളെന്ന് തോന്നിച്ച 2 പേർക്ക് ലിഫ്റ്റ് കൊടുത്തു. അവരുമായി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയിൽ ടോപ്പ് ലൈറ്റ് ഇട്ട് തിരിഞ്ഞു നോക്കി. അവർക്ക് തലയില്ലായിരുന്നു. ചോരയൊലിക്കുന്ന ജീവനുള്ള 2 കബന്ധങ്ങൾ പിൻസീറ്റിൽ യാത്ര ചെയ്യുന്നു. പിന്നെ ഒന്നും ഓർമ്മയില്ല. ചന്ദ്രയുടെ ചുണ്ടുകൾ വരണ്ടുണങ്ങി. അത്രയും പറഞ്ഞപ്പോഴേക്ക്. അതിശയം തന്നെ, ഇക്കാലത്തും ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇനി ഫർദർ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ഫുൾ കവർ ഇൻഷുറൻസ് ഉള്ള കാറാണ്. കാറിന്റെ വില കിട്ടും. തനിക്ക് കോമ്പൻസേഷനും ക്ലെയിം ചെയ്യാം. ഞാനിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് SIയെ കാണും. ഇവിടെ വന്ന് പോലീസുകാരൻ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ അതൊന്നും പറയണ്ട. ഞാനാണ് കാർ ഓടിച്ചിരുന്നെന്നും നിയന്ത്രണം വിട്ട് കൈവരിയിലിടിച്ച് മറിഞ്ഞതാണെന്നും പറയണം. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം. 10 മണിയോടെ മനക്കിലേക്ക് മടങ്ങാന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനിടെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പോലീസ് വരും. അജി, എന്നെ ചൊല്ലി, ചന്ദ്ര വേദനയോടെ അർദ്ധോക്തിയിൽ നിർത്തി. ഡോൺ വറി, കാറ് പുതിയത് വാങ്ങാം. തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. കുറ്റിപ്പുറത്ത് പോയി മനക്കിലോളം വരുമോ? നാളെ രാവിലെ വരാം. സപ്തതി നാളെയല്ലേ? അജിത്ത് യാത്ര പറഞ്ഞ് പുറത്തേക്ക് കടന്നു. ഈ സമയത്ത് ശ്മശാന മുകുതയായിരുന്നു തൃക്കണ്ണാപുരം മന. നാളെയാണ് സപ്തതി ആഘോഷം.
പറക്കുന്ന കാക്കയെ പോലും ക്ഷണിച്ച മഹാസദ്യ. ഇവിടെ അതിൻ്റെ മൂർധന്യതയിൽ ഒക്കെ നിലച്ചു. കാർ ആക്സിഡന്റ് എല്ലാം നിലപ്പിച്ചു. ശങ്കരൻ നമ്പൂതിരിയെ സഹായിക്കാനെത്തിയ 12ഓളം ദേഹണ്ണ പണിക്കാരും അത്ര തന്നെ ബാല്യക്കാരും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് രുദ്രൻ നമ്പൂതിരി പറയുന്നത് കാത്ത് നിൽക്കുകയാണ്. കാറിന്റെ ശബ്ദം പടിപ്പുരയിൽ. ഉദ്യോഗത്തോടെ ഊന്നുവടിയും പിടിച്ച് രുദ്രൻ നമ്പൂതിരി പൂമത്തേക്ക് വന്നു. വലിയ തിരുമേനി, ചന്ദ്രകുഞ്ഞ് വന്നു. പന്തലിലേക്ക് ഒരു ജോലിക്കാരൻ ഓടിയെത്തി അറിയിച്ചു. അവർ പന്തലിലേക്ക് വന്നു. ചന്ദ്രയും ശങ്കരൻ നമ്പൂതിരിയും രാമൻ നായരും മഹേശ്വരൻ നമ്പൂതിരിയും. ചന്ദ്രയെ കണ്ടയുടൻ രുദ്രൻ നമ്പൂതിരിയുടെ നിയന്ത്രണം വിട്ടു. അയാൾ വിങ്ങിപ്പൊട്ടി. പൂമുത്തേക്ക് കയറിയ ചന്ദ്രയെ രുദ്രൻ നമ്പൂതിരി നെഞ്ചോടണച്ച് നെറുകയിൽ മുത്തമിട്ട് കരഞ്ഞു. മോളെ, വല്യമാവനെ തീ തീറ്റിച്ചല്ലോ. അതിന് എനിക്ക് ഒന്നും പറ്റിയില്ലല്ലോ വല്യമാവ. നിനക്ക് വല്ലതും പറ്റിയ എന്തിനാ നാം ജീവിച്ചിരിക്കണേ? രണ്ടാം മുണ്ടിന്റെ തലപ്പ് കൊണ്ട് കണ്ണു തുടച്ച് രുദ്രൻ നമ്പൂതിരി പിന്നെയും ഗദ്ഗത കണ്ഠനായി. കേട്ട ഉടനെ തിരൂരാസ്പത്രി വരണമെന്നുണ്ടായിരുന്നു. വയ്ക്കണ്ടേ? നല്ല കാലത്താച്ചാ പറക്കില്ലേ നാം അങ്ങട്. വല്യമാവൻ എനിക്ക് വേണ്ടി നിത്യം നടത്തുന്ന പ്രാർത്ഥനയാ ജീവൻ നഷ്ടപ്പെടാഞ്ഞ്. എന്താ സംശയം? 2 നേരം കുമ്പിടല്ലേ ഈശ്വരന്മാരെ മുന്നില് നിനക്ക് വേണ്ടി. ശങ്കരാ! രുദ്രൻ നമ്പൂതിരി ശങ്കരൻ നമ്പൂതിരിയെ നോക്കി. ദൈവാധീനം, നമുക്കൊന്നും പറ്റിയില്ല. ഉപ്പേരി വറക്കണേന്റെയും കടുക് പൊട്ടണേന്റെയും മണവും ശബ്ദവും കേൾക്കണില്ലല്ലോ. ചന്ദ്ര കുസൃതിയോടെ മുറ്റത്തേക്ക് നോക്കി. പാചകക്കാരും ബാല്യക്കാരും മുറ്റത്ത് കൂടി നിൽക്കുകയാണ്. തുടങ്ങിക്കോളൂ, സപ്തതി ആഘോഷം നമുക്ക് അടിച്ചു പൊളിക്കണം. ചന്ദ്ര കൈകളുയർത്തി ആവേശം കൊണ്ടു. മുറ്റത്ത് സന്തോഷത്തിന്റെ ആരവമുയർന്നു. പാചകക്കാർ ദേഹണ്ണപ്പുരയിലേക്ക് ഓടി. ബാല്യക്കാർ കസേരകൾ നിരത്തിയിടാൻ തുടങ്ങി. ചന്ദ്ര രുദ്രൻ നമ്പൂതിരിയുടെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. ദേഹണ്ണപ്പുര സജീവമായി. അടുപ്പുകളിൽ തീ എരിഞ്ഞു. ഓട്ടുരുളിയിൽ വെളിച്ചെണ്ണ തിളയ്ക്കുന്ന ഗന്ധം. കഷ്ണം നുറുക്കുന്നവർ, നാളികേരം ചിരകുന്ന പെണ്ണുങ്ങൾ, എല്ലാറ്റിനും മേൽനോട്ടം വഹിച്ച് ശങ്കരൻ നമ്പൂതിരിയും. കായം വറക്കുന്നതിന്റെ ഗന്ധം പരന്നു. ദേഹണ്ണപ്പുരിയിലേക്ക് ചന്ദ്ര കടന്നു വന്നതോടെ സദ്യവട്ടം ഒരുക്കുന്നിടത്ത് കൊഴുപ്പുകൂടി. പന്തലിൽ മേൽനോട്ടം വഹിക്കുകയാണ് മഹേശ്വരൻ നമ്പൂതിരിയും കാര്യസ്ഥൻ രാമൻ നായരും. കിടപ്പറയിൽ കിടിലം കൊണ്ടിരിക്കുകയായിരുന്നു അന്നേരം രുദ്രൻ നമ്പൂതിരി. അയാളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. തലയില്ലാത്ത ദമ്പതികളെക്കുറിച്ചുള്ള ചിന്ത നെഞ്ചകത്ത് കൂടികൂട്ടി. എന്തിനായിരിക്കും അവർ ചന്ദ്രയുടെ കാറിൽ തന്നെ കയറിയത്? അവരുടെ ലക്ഷ്യം തൃക്കണ്ണാപുരം മനയായിരിക്കുമോ? ഓർത്തപ്പോൾ ഇരിക്കപ്പുറതി കിട്ടിയില്ല. മനയെ ഏതോ ദുഷ്ടശക്തികൾ പിടികൂടാൻ ഒരുങ്ങുകയാണോ എന്ന് സംശയിച്ചു. ഭയത്തിന്റെ നൂലാമാലകളിൽപ്പെട്ട് കലുഷിതമായ മനസ്സോടെ രുദ്രൻ നമ്പൂതിരി എഴുന്നേറ്റു. ജനവാതിൽ പാളികൾ തുറന്നിട്ട് അകലേക്ക് നോക്കി. കൺമുമ്പിൽ മനയുടെ തെങ്ങിൻ തോപ്പുകൾ. ഒരു പച്ചോല തെങ്ങിൽ നിന്നും ഇടിഞ്ഞു വീണു. ദൈവമേ, മരണത്തിന്റെ സൂചനയാണത്. പട്ടടയിലേക്കുള്ള ചൂണ്ടുപലക. വേഗം ജനൽവാതിൽ പാളികൾ വലിച്ചടച്ച് രുദ്രൻ നമ്പൂതിരി നിന്ന് കിതച്ചു. 80 വയസ്സുവരെയാണ് ജാതകം എഴുതിയിട്ടുള്ളത്. ഇത് 80ാമത്തെ വയസ്സാണ്. ഒരു ദുരന്തത്തിലൂടെ ആയിരിക്കുമോ മരണത്തിന്റെ പിടിയിൽ ഒതുങ്ങുക? രുദ്രൻ നമ്പൂതിരി നെഞ്ചു തടവി. കണ്ണുകളിൽ നനവ് പരന്നു. നാളെ സപ്തതി ആഘോഷമാണ്. ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഉത്സവ പ്രതീതിയോടെയാണ് അത് നടത്തുന്നത്. അതിനിടയിലാണ് ദുർചിന്തകൾ മനസ്സിനെ വേട്ടയാടുന്നത്. ചിരിക്കാൻ കഴിയുന്നില്ല, ഒന്ന് മന്ദഹസിക്കാൻ പോലും. സപ്തതി ആഘോഷത്തിൽ ദുഃഖവും ഭയവും കനത്ത മുഖവുമായി നടന്നാൽ ആളുകൾ എന്തു വിചാരിക്കും? വേണ്ട, പുഞ്ചിരിക്കാൻ ശ്രമിക്കാം. എല്ലാവരോടും സന്തോഷം വരുത്തി കുശലം പറയാം. വിധി വഴിയിൽ തങ്ങില്ലല്ലോ. കണ്ണു തുടച്ച് രുദ്രൻ നമ്പൂതിരി പൂമുഖത്തേക്ക് വന്നു. അന്നത്തെ രാത്രി തൃക്കണ്ണാപുരം മന ഉറങ്ങിയില്ല. ദേഹണ്ണപ്പുരയാണ് സജീവമായത്. ഇലയിൽ വിളമ്പാനുള്ള കറിക്കൂട്ടങ്ങളുടെ നറുമണം ദേഹണ്ണപ്പുരയിൽ പരന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ക്ഷണിക്കപ്പെട്ടവർ തൃക്കണ്ണാപുരം മനയിൽ എത്തിത്തുടങ്ങി. കിരീടം വയ്ക്കാത്ത രാജാവിനെ പോലെ രുദ്രൻ നമ്പൂതിരി പൂമുഖത്തെ ചാരുകസേരയിൽ ഇരുന്നു. അതിഥികൾ എല്ലാവരും രുദ്രൻ നമ്പൂതിരിയുടെ പാദം തൊട്ടു വണങ്ങി. ചിലരെ നമ്പൂതിരി ആശ്ലേഷിച്ചു. അവർക്ക് അതൊരു പുണ്യാനുഭവമായിരുന്നു. പൊന്നാട അണിയിക്കുന്നവരും പാദങ്ങളിൽ സമ്മാനപ്പൊതി സമർപ്പിക്കുന്നവരും കുറവല്ല. മഹേശ്വരൻ നമ്പൂതിരിയും ചന്ദ്രയും അതിഥികളെ സ്വീകരിക്കാൻ പാടുവിട്ടു. ചന്ദ്രയുടെ നെറ്റിയിൽ എന്തു പറ്റി? മുറിവ് കണ്ട് ചിലരൊക്കെ ചോദിച്ചു. ഒന്ന് വീണതാ. ചന്ദ്ര അങ്ങനെയാണ് പറഞ്ഞത്.
അല്ലെങ്കിൽ കുത്തി കുത്തി ചോദ്യം വരും. പിന്നെ അതിനൊക്കെ മറുപടി പറയാനേ നേരമുണ്ടാവുകയുള്ളൂ. കുറച്ചു സമയത്തിനകം പന്തൽ നിറഞ്ഞു. ആൾക്കൂട്ടത്തിനിടയിലൂടെ എത്തിയ അജിത്തിനെ തിരിച്ചറിയാൻ ചന്ദ്ര ബുദ്ധിമുട്ടിയില്ല. എന്തായി? ചന്ദ്ര ചോദിച്ചു. പോലീസ് കേസ് ശരിയാക്കി, ഇനി താൻ പേടിക്കണ്ട. വരൂ, വല്യമ്മാവനെ പരിചയപ്പെടുത്തി തരാം. ചന്ദ്ര അജിത്തിനെയും കൂട്ടി രുദ്രൻ നമ്പൂതിരിയുടെ അടുത്തെത്തി. വല്യമ്മാവ, ഇത് അജിത്ത്. എൻ്റെ കൂടെ ഡോക്ടർ ഭാഗം പഠിക്കുന്ന ആളാ. രുദ്രൻ നമ്പൂതിരി അജിത്തിനെ നോക്കി. പിന്നെ ചന്ദ്രയുടെ നേർക്ക് മുഖമുയർത്തി. ഇയാളുടെ കാറാണ് ഈ ഓടിച്ചു വന്നത്. അതൊന്നും സാരമില്ല, അജിത്ത് പറഞ്ഞു. നിസ്സാരമല്ല. സപ്തതി കഴിയട്ടെ, അജിത്തിന് കാറ് നാം വഹിച്ചു തരാം. ചന്ദ്രയുടെ കൈപ്പിഴ. അതൊന്നും വേണ്ട, പുതിയ കാർ വാങ്ങാനുള്ള പണം ഇൻഷുറൻസിൽ നിന്നും കിട്ടും. രുദ്രൻ നമ്പൂതിരി പുഞ്ചിരിച്ചു. ഇവിടെയൊക്കെ ഉണ്ടാവണം. ആഘോഷം കഴിഞ്ഞിട്ട് പോയാൽ മതി. രുദ്രൻ നമ്പൂതിരി അനുഗ്രഹിച്ചു. മനയും പരിസരവും ഒക്കെ കാസറ്റിലാക്കണമെന്ന് പറഞ്ഞില്ലേ? തുടങ്ങിക്കോ, എനിക്ക് 100 കൂട്ടം പണിയുണ്ടേ. ചന്ദ്ര പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി അജിത്തിന്. തൃക്കണ്ണാപുരം മനയുടെ ചന്തം അജിത്തിനെ വല്ലാതെ ആകർഷിച്ചു. പന്തലിൽ ഊണ് വിളമ്പാൻ തുടങ്ങിയതും അപ്പോഴാണ്. ബാഗിലെ ഹാൻഡ് ക്യാമറ പുറത്തെടുത്ത് അജിത്ത് തൃക്കണ്ണാപുരം മനയുടെ ചന്തം ഒപ്പിയെടുത്തുകൊണ്ടിരുന്നു. അതിഥികൾ വരുന്നതും പോകുന്നതും ക്യാമറയിലാക്കി അജിത്ത് പന്തലിലേക്ക് തിരിഞ്ഞു. 8 വരിയിൽ നിരന്നിരുന്ന് മൃഷ്ടാന്ന ഭോജനം നടത്തുന്നവരിലേക്ക് ക്യാമറ ചലിപ്പിച്ചു. പന്തലിന്റെ ഒരു മൂലയിൽ ഒതുങ്ങി നിന്നു. ഇപ്പോൾ ഒക്കെ വ്യക്തമായി കാണാം. പെട്ടെന്ന് ക്യാമറ കണ്ണിൽ ഒരു ദൃശ്യം കണ്ട് അജിത്തിന്റെ നെഞ്ചകം നടുങ്ങി. 6ാമത്തെ വരിയിൽ സദ്യ ഉണ്ണുന്നവരുടെ ഇടയിൽ 2 പേർ, ഒരു സ്ത്രീയും പുരുഷനും. അവരുടെ കഴുത്തിനു മീതെ തല ഉണ്ടായിരുന്നില്ല. ഗളച്ഛേദം നടത്തിയതുപോലെ ചോര വാർന്നൊലിക്കുന്നു. അജിത്തിന്റെ തൊണ്ട വരണ്ടു. നാക്ക് ഇറങ്ങിപ്പോകുന്നതായി തോന്നി. എന്തൊരു ഭീകര ദൃശ്യം! ക്യാമറയിൽ നിന്നും കണ്ണെടുത്ത് നോക്കിയപ്പോൾ മറ്റുള്ളവരോടൊപ്പം ഒരു വ്യത്യാസവുമില്ലാതെ ഉണ്ണുകയാണവർ. വീണ്ടും ക്യാമറയിൽ നോക്കിയപ്പോൾ കണ്ടു വെറുതെ ഇലയിൽ കയ്യും വെച്ചിരിക്കുന്ന തല നഷ്ടപ്പെട്ടവരെ. ഇത് അവർ തന്നെ. ചന്ദ്രയോട് ലിഫ്റ്റ് ചോദിച്ച് കാറിൽ കയറിയവർ. അന്ധവിശ്വാസമാണ്, മാനസിക വിഭ്രാന്തിയാണ് എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ചു തള്ളാറുള്ള അമാനുഷികത ക്യാമറ കണ്ണിലൂടെ നേരിട്ട് കണ്ട് പരമാർത്ഥമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. തൃക്കണ്ണാപുരം മനയെ കേന്ദ്രീകരിച്ച് എന്തോ ദുരൂഹതയുണ്ട്. സ്ത്രീ ഒരു യുവതിയാണ്. അവളുടെ നോട്ടം അജിത്തിന്റെ നേർക്ക് തിരിഞ്ഞു. ആ കണ്ണുകളിൽ അഗ്നി ജ്വലിച്ചു. ഉഗ്രഭാവം, ദഹിപ്പിക്കും വിധമുള്ള നോട്ടം. അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ അറിയുന്നില്ല ഈ അമാനുഷ്യ ദമ്പതികളെ. അവരെ പിടികൂടണം. നിഗൂഢതകളുടെ മുഖം മൂടി ചീന്തിയെറിയണം. അജിത്ത് പന്തലിലേക്ക് ഇറങ്ങി വേഗം നടന്നു. കഴുത്തിനു മീതെ രക്തം വാർന്നൊലിക്കുന്ന തലയില്ലാത്ത ദമ്പതികളെ ലക്ഷ്യം വെച്ച് പന്തലിൽ സദ്യ വിളമ്പിയ 6ാമത്തെ വരിയിലേക്ക്. എന്താ ഹേ ഇവിടെ നിൽക്കണേ? ശാപ്പാട് കഴിക്കണവരെ വീശി അങ്ങ് എടുക്കുക. മൃഷ്ടാന ഭോജനത്തിനിടയിൽ ഒരാൾ അജിത്തിന്റെ നേർക്ക് മുഖമുയർത്തി. അമ്പരന്ന് നിൽക്കുകയായിരുന്നു അജിത്ത്. ദമ്പതികൾ അപ്രത്യക്ഷരായിരിക്കുന്നു. ഒഴിഞ്ഞ 2 കസേരയും ഊണ് കഴിഞ്ഞ നിലയിൽ മടക്കി വെച്ച 2 തൂശനിലകളും. അല്പസമയം മുമ്പ് അവർ ഇവിടെ ഇരുന്ന് ഊണ് കഴിച്ചതാണ്. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചവരെ കണ്ടുവോ? അജിത്ത് അയാളോട് ചോദിച്ചു. അവർ ഊണ് കഴിഞ്ഞു പോയില്ലോ. ഊണ് കഴിക്കണതല്ലേ പടത്തിൽ പിടിക്കണ്ടേ? അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അജിത്ത്. ദമ്പതികളുടെ ദുരൂഹത കണ്ടെത്തണം. പരിസരബോധം മറന്നവനെ പോലെ ക്യാമറയും കയ്യിലേന്തി അവൻ തലങ്ങും വിലങ്ങും നടന്നു. കണ്ണുകൾ അവരെ പരതി. സാമ്പാറിന്റെ ബക്കറ്റുമായി പോകുന്ന ആളെ മുട്ടിയത് അജിത്ത് അറിഞ്ഞില്ല. എന്താ ഹേ, മുഖത്ത് കണ്ടില്ലേ? അയാൾ പെറുപെറുത്തു. ഓ സോറി. തിളച്ച സാമ്പാറാ, മേത്തെങ്ങാനും തെറിച്ച കുറ്റം നമുക്കാവും. ആൾക്കൂട്ടത്തിനിടയിൽ അജിത്ത് പിന്നെയും അവരെ കണ്ടു. അവർ അജിത്തിനെയും. മിന്നൽ പിണർ പോലുള്ള അവരുടെ നോട്ടം നെഞ്ചിടിപ്പുണ്ടാക്കി. ദമ്പതികളുടെ നേർക്ക് ക്യാമറ ഫോക്കസ് ചെയ്തു. മൈ ഗോഡ്! വിഭ്രാന്തിയിൽ തോന്നിയതല്ല, പരമാർത്ഥം തന്നെ. ദമ്പതികളുടെ കഴുത്തിനു മീതെ തലയില്ല. ദമ്പതികൾ അകത്തളത്തിലേക്ക് നടന്നു. പിന്നാലെ അജിത്തും. തിങ്ങി നിറഞ്ഞ ആളുകൾ കൂട്ടം കൂടി നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നു. അവരൊന്നും ഈ നാടകീയ സംഭവം നടക്കുന്നത് അറിഞ്ഞില്ല. അകത്തളത്തിൽ നിന്നും ഇടനാഴിയിലൂടെ മച്ചിനപ്പുറമുള്ള കോണിച്ചുവട്ടിലേക്ക് പോയ ദമ്പതികൾ കോണിപ്പടികൾ കയറി. പിന്നാലെ അജിത്തും. കോണി കയറി എത്തിയത് വലിയൊരു മുറിയിലേക്കാണ്.
ജനവാതിലുകൾ അടച്ചതുകൊണ്ട് അവിടെ കനത്ത ഇരുട്ടായിരുന്നു. അന്യോന്യം കാണാനാവുന്നില്ല. ഉഗ്രനിശ്വാസങ്ങൾ, പാദസരത്തിന്റെ കിലുക്കം. പെട്ടെന്ന് എന്തോ തട്ടി താഴെ വീണു. അടുത്ത നിമിഷം ഒരു പെണ്ണിന്റെ പൊട്ടിച്ചിരി ഉയർന്നു. ആരാണ് നിങ്ങൾ? അജിത്ത് ഉറക്കെ ചോദിച്ചു. ഞങ്ങളെ ചോദ്യം ചെയ്യാൻ നീ ആര്? ഇടിമുഴങ്ങുന്നത് പോലെയുള്ള പ്രതികരണം. ഏതോ ബലിഷ്ഠ കരങ്ങൾ അജിത്തിന്റെ കഴുത്തിൽ അമർന്നു. പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അജിത്ത് ഭയന്ന് വിറച്ചു. ശ്വാസം മുട്ടിപ്പിടഞ്ഞു. കണ്ണുകൾ തുറിച്ചു. കൊല്ലരുത്, കൊല്ലരുത്! അജിത്തിന്റെ ശബ്ദം അവ്യക്തമായി ഉയർന്നു. നിനക്ക് ഞങ്ങൾ ആരാണെന്ന് അറിയണം അല്ലേ? വേണ്ട, വേണ്ട. ഞങ്ങളെ കണ്ടത് ആരോടെങ്കിലും പറയുമോ? പറയില്ല. വന്ന വഴി തിരിച്ചു പോ! എടുത്തെറിഞ്ഞതുപോലെ അജിത്ത് തെറിച്ചു വീണു. ഈ സമയത്ത് ക്യാമറ കയ്യിൽ നിന്നും വീണു. അടുത്ത നിമിഷം ക്യാമറ ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. അതിന്റെ വെളിച്ചത്തിൽ കണ്ടു തല നഷ്ടപ്പെട്ട ദമ്പതികളെ. പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചുകൊണ്ട് അയാൾ കോണിപ്പടികൾ ഇറങ്ങി. ഈ സമയത്ത് തട്ടിൻപുറത്ത് പൊട്ടിച്ചിരി ഉയർന്നു. കോണിച്ചോട്ടിൽ ചന്ദ്ര അജിത്തിനെ കണ്ടു. എവിടെയായിരുന്നു അജിത്ത്? തിരയാത്ത ഇടമില്ല. ചന്ദ്രയെ അത് എങ്ങനെയാണ് ചന്ദ്രയോട് അക്കാര്യം പറയുക? അപ്പോഴേക്കും രുദ്രൻ നമ്പൂതിരി അവിടെ എത്തി. സ്വർണ്ണക്കുട്ടി പറഞ്ഞ ആള് ഇതാണോ? രുദ്രൻ നമ്പൂതിരി അജിത്തിനെ നോക്കി. അതേ വല്യമാവ. ഇയാളുടെ മുഖത്തിന് എന്താ ഒരസ്കിത? അജിത്ത് രുദ്രൻ നമ്പൂതിരിയുടെ മുഖത്തേക്ക് ദൈന്യതയോടെ നോക്കി. ഇവിടെ ഒരു വലിയ സംഭവം നടന്നു. അജിത്തിന്റെ മുഖത്ത് പരിഭ്രമം അടങ്ങിയിരുന്നില്ല. ക്യാമറ കാണുന്നില്ലല്ലോ? അതെ ചന്ദ്രേ, അക്കാര്യം തന്നെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. നടന്ന സംഭവം അജിത്ത് വിവരിച്ചപ്പോൾ ഭയം നിമിത്തം രുദ്രൻ നമ്പൂതിരിയുടെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടി. ഗുരുവായൂരപ്പാ, എന്തൊക്കെയാ വയസ്സുകാലത്ത് നാം കേൾക്കണേ! എനിക്കിതിലൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. നേരിട്ടുള്ള അനുഭവം വല്ലാതെ ഭയപ്പെടുത്തി. ഇനി ഒരിക്കലും ഇത്തരം സംഭവം ജീവിതത്തിൽ ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് അജിത്ത് പൂമുഖത്തേക്ക് നടന്നത്. എനിക്കറിയില്ല എന്താണ് പറയേണ്ടതെന്ന്. അനർത്ഥങ്ങൾ അപ്രതീക്ഷിതം, നഷ്ടം മുഴുവൻ അജിത്തിന്. ചന്ദ്ര കുറ്റബോധത്തോടെ പറഞ്ഞു. നഷ്ടം ക്യാമറയിൽ മാത്രമേ ഉള്ളൂ. അത് സാരമില്ല. ഒരു കാര്യം വ്യക്തമായി, ഈ മനയിൽ എന്തൊക്കെയോ നടക്കാനിരിക്കുന്നു. സൂക്ഷിക്കണം. ചന്ദ്ര എത്രയും വേഗം കോളേജിലേക്ക് മടങ്ങുന്നതായിരിക്കും നല്ലത്. ചന്ദ്ര തല കുലുക്കി സമ്മതിച്ചു. സപ്തതി ആഘോഷം സമാപിച്ചു. അതിഥികൾ യാത്ര പറഞ്ഞിറങ്ങി. പന്തൽ പണിക്കാർ പന്തൽ പൊളിച്ചുകൊണ്ടുപോയി. രാത്രി ഭയപ്പെടുത്തുന്ന ചിന്തകളുമായി കിടന്നെങ്കിലും രുദ്രൻ നമ്പൂതിരിക്ക് ഉറക്കം വന്നത് ഏറെ വൈകിയാണ്. മുറിയിൽ സീറോ ബൾബിന്റെ പ്രകാശം. നേരിയ തുണിക്കർട്ടൻ വിരിച്ച ജനവാതിൽ തുറന്നിട്ടിരിക്കുന്നു. ആട്ടുകട്ടിൽ നിശ്ചലമാണ്. സപ്തതി ആഘോഷത്തിന് വന്നവരുടെ സമ്മാനപ്പൊതികളാണ് മുറിയുടെ ഒരു ഭാഗം നിറയെ. മേശപ്പുറത്ത് മനോഹരമായ ദാരുശില്പം. മുകളിൽ കറങ്ങുന്ന സീലിംഗ് ഫാൻ. അതിന് താഴെയുള്ള മെത്തയിലാണ് രുദ്രൻ നമ്പൂതിരി കിടക്കുന്നത്. ജനൽ കർട്ടൻ ചെറുതായി ഒന്ന് ഉലഞ്ഞു. അപ്പുറത്ത് കാറ്റ് വീശിയിരുന്നു. തിമിർത്ത് പെയ്യുന്ന മഴ, മേഘഗർജനവും മിന്നൽ പിണരുകളും. തണുത്ത കാറ്റ് ചൂളം വിളിയോടെ മുറിക്കകത്തേക്ക് വന്നു. ജനൽ കർട്ടൻ പാറി പറന്നു. ഭിത്തിയിലെ ക്ലോക്കിൽ ചെറിയ സൂചിയും വലിയ സൂചിയും 12. പെട്ടെന്ന് ഫാനിന്റെ കറക്കം നിലച്ചു. ആരോ ഓഫ് ചെയ്തതുപോലെ സീറോ ബൾബും മിഴി ചിമ്മി. മുറിക്കകത്ത് കനത്ത ഇരുട്ട് പടർന്നു. കാറ്റിന്റെ ശക്തിയിൽ ജനൽപ്പാളികൾ കുട്ടിയടയ്ക്കപ്പെട്ടു. അതിന്റെ ശബ്ദം കേട്ട് രുദ്രൻ നമ്പൂതിരി ഞെട്ടിയുണർന്നു. കണ്ണു തുറന്ന് തല ചെരിച്ചു നോക്കി. ഒരു ജനൽപ്പാളി വലിഞ്ഞു തുറന്നു. ഉറക്കച്ചടവോടെ രുദ്രൻ നമ്പൂതിരി മെല്ലെ എഴുന്നേറ്റു. കർട്ടൻ വകഞ്ഞു മാറ്റി പുറത്തേക്ക് നോക്കി. നല്ല മഴ, പൂ പോലത്തെ നിലാവും. ഇടയ്ക്കിടെ ഇടിമിന്നലുണ്ട്. എങ്ങുനിന്നോ കുറുനരികൾ ഓലിയിടുന്നു. ജനൽപ്പാളികൾ വലിച്ചടച്ച് കുറ്റിയിട്ടു. കറണ്ടും പോയില്ലോ. കട്ടിലിനടുത്തേക്ക് തപ്പി തടഞ്ഞു നടക്കുന്നതിൽ അയാൾ പെറുപെറുത്തു. കിടപ്പുമുറിയുടെ കൊളുത്ത് താനെ അഴിയുന്ന ശബ്ദം കേട്ട് രുദ്രൻ നമ്പൂതിരി നടുങ്ങി. വാതിൽപ്പാളികളിൽ ഒരെണ്ണം അസുഖകരമായ ശബ്ദത്തോടെ തുറക്കപ്പെട്ടു. പാദസരത്തിന്റെ നേർത്ത കിലുക്കം അടുത്തു വന്നു. കൊളുത്തിട്ട് അടച്ച വാതിൽ മനുഷ്യന്മാർക്ക് തുറക്കാൻ കഴിയില്ല. പാദസരമിട്ട ആരും തൃക്കണ്ണാപുരം മനയിലുമില്ല.
ചന്ദ്രയ്ക്ക് കിലുങ്ങാത്ത സ്വർണ്ണപാത്രമാണുള്ളത്. രുദ്രൻ നമ്പൂതിരി ഭയം കൊണ്ട് വിറച്ചു. തൊണ്ട വരളുന്നതായി തോന്നി. പാദസരത്തിൻ്റെ പദചലനം നിലച്ചു. പേടിച്ചരണ്ട രുദ്രൻ നമ്പൂതിരി പിന്നാക്കം മാറി. ആരാ അത്? മറുപടി ഉണ്ടായില്ല. ആട്ടുകട്ടിൽമേൽ ആരോ ആടാൻ തുടങ്ങി. അതാടുമ്പോഴുള്ള ശബ്ദമാണ് ഉയർന്നത്. ഉറക്കെ ഒന്ന് കരയാൻ പോലും കഴിഞ്ഞില്ല. അയാൾ ഇരുളിൽ 4 ഭാഗത്തേക്കും കണ്ണോടിച്ചു. പെട്ടെന്ന് ട്യൂബ് ലൈറ്റ് തെളിഞ്ഞു. ഭയന്ന് വിറച്ച് ഭിത്തി ചാരി വിയർത്തു നിൽക്കുന്ന രുദ്രൻ നമ്പൂതിരി അവളെ കണ്ടു. ആട്ടുകട്ടിൽമേൽ വിരിച്ചിട്ട തലമുടിയും തീ പാറുന്ന കണ്ണുകളുമായുള്ള യുവതിയെ. ഇവൾ മനുഷ്യ സ്ത്രീയല്ല, യക്ഷിയാണ്. രുദ്രൻ നമ്പൂതിരിക്ക് തല ചുറ്റുന്നതായും കണ്ണിൽ ഇരുട്ട് പടരുന്നതായും തോന്നി. രുദ്ര, നിനക്ക് ഈ മുഖം ഓർമ്മയുണ്ടോ? മേഘഗർജനം കണക്കെയുള്ള ചോദ്യം. രുദ്രൻ നമ്പൂതിരി അടിമുടി വിറച്ചു. അരുത്, നാം ഒരു പാവം നമ്പൂതിരിയാണ്. അത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. ചിരിയുടെ ശബ്ദം മുറിയിൽ പ്രകമ്പനം കൊണ്ടു. അവളുടെ ചിരിയിൽ രുദ്രൻ നമ്പൂതിരി കണ്ടു രൗദ്രതയുടെ ബാലഭാവം. പുറത്തേക്ക് നീണ്ട കോമ്പലുകൾ. രുദ്ര, ഓർമ്മ കാണില്ല. 1000 ചന്ദ്രോദയം കണ്ട ബോധമണ്ഡലം തകർന്നിരിക്കുന്നു. ഇനി നീ ജീവിക്കുന്നത് ഭൂമിക്ക് ഭാരം. ഉഗ്രശ്വാസോച്ഛ്വാസത്തോടെ കടിച്ചു കീറാനുള്ള വ്യഗ്രതയോടെ അവൾ രുദ്രൻ നമ്പൂതിരിയുടെ നേരെ പാഞ്ഞെടുത്തു. ഗുരുവായൂരപ്പാ, രക്ഷിക്കണേ! രുദ്രൻ നമ്പൂതിരി അലറി കരഞ്ഞുകൊണ്ട് ഓടി. സമ്മാന കുമ്പാരത്തിലേക്ക് അയാൾ തെറിച്ചു വീണു. പിടഞ്ഞെണീറ്റ് പിന്നെയും ഓടി. പൊട്ടിച്ചിരിയോടെ പിന്നാലെ അവളും. ഇടനാഴികയിലൂടെ വടക്കേ പൂമുഖത്തെത്തി. തൊട്ടുമുന്നിൽ മഴയും ഇടിമിന്നലും. തൊട്ടു പിന്നിൽ കൂർത്ത നഖങ്ങളും ദംഷ്ട്രകളുമുള്ള സംഹാരരൂപിണിയും. മറ്റൊന്നും ചിന്തിക്കാതെ കാറ്റത്തും മഴയത്തും രുദ്രൻ നമ്പൂതിരി പുറത്തേക്ക് ഓടി. നനഞ്ഞൊലിച്ച് ജീവന്റെ രക്ഷ തേടി ഭ്രാന്തനെ പോലെ ഓടുന്ന രുദ്രൻ നമ്പൂതിരി. അത് കണ്ടു നിൽക്കുന്ന അവൾ കുലപ്പനയോളം വളർന്ന് പൊട്ടിച്ചിരിച്ചു. കായൻ കോഴിയുടെ കരച്ചിലുയർന്നു. ഓടുന്നതിനിടയിൽ കമിഴ്ന്നടിച്ചു വീണു രുദ്രൻ നമ്പൂതിരി. അവളുടെ പെരുത്ത കൈ നമ്പൂതിരിയെ പൊക്കിയെടുക്കാൻ നീണ്ടു. രുദ്രൻ നമ്പൂതിരി തല ചിരിച്ചു നോക്കി. അയാൾ ഭയന്ന് വിറച്ചു. പെരുമ്പാമ്പിനെ പോലെയുള്ള അവളുടെ കൈ തൻ്റെ നേർക്ക്. ഇല്ല, ഇനി തനിക്ക് ജീവിതമില്ല. ഗുരുവായൂരപ്പാ, കണ്ണു ചിമ്മി പ്രാർത്ഥിച്ചപ്പോൾ കയ്യിൽ തടഞ്ഞത് മണ്ണിൽ പൂണ്ടുകിടന്ന ഒരു കരിങ്കൽ കർഷം. മരണത്തിന്റെ അവസാന മുഹൂർത്തത്തിൽ ഒരു ചെറുത്തുനിൽപ്പിന് രുദ്രൻ നമ്പൂതിരി ഒരുങ്ങി. പിടഞ്ഞെണീറ്റ് മണ്ണിൽ ആഴ്ന്നു കിടക്കുന്ന കരിങ്കൽ സകല ശക്തിയും സംഭരിച്ച് വലിച്ചെടുത്തു. അത് അവളുടെ നേർക്കെറിയാനാണ് ലക്ഷ്യമിട്ടതെങ്കിലും ആ ഉഗ്രരൂപിണി കരിങ്കലിലേക്ക് നോക്കി ഇരുചെവിയും പൊത്തി അലറി. ആ ശില ദൂരെ എറിയ! കിതപ്പോടെ രുദ്രൻ നമ്പൂതിരി ശിലയിലേക്ക് നോക്കി. ഏറുകൊള്ളുന്നതിൽ അവൾക്ക് ഭയമുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. രുദ്രൻ നമ്പൂതിരി അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. അരുത്, അരുത്! ഭയന്ന് വിറച്ച് അവൾ ചെറുതായി. തൽക്കാലം നീ രക്ഷപ്പെട്ടു. രുദ്ര, നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ മുച്ചൂടും മുടിക്കും. അവൾ ശപഥം ചെയ്തു. അടുത്ത നിമിഷം ആ രൂപം ചെറുതായി കടവാവലായി ചിറകടിച്ചുയർന്നു. രുദ്രൻ നമ്പൂതിരി 4 പാടും കണ്ണോടിച്ചു. കാല് നിലത്തുറയ്ക്കുന്നില്ല. കയ്യിലെ കല്ലുമായി അയാൾ മെല്ലെ പൂമുഖത്തേക്ക് നടന്നു. മഴ അപ്പോഴും പെയ്തടങ്ങിയിരുന്നില്ല. പൂമുഖത്ത് വെളിച്ചമില്ല. പടി കയറിയ ഉടനെ രുദ്രൻ നമ്പൂതിരി ബോധം കെട്ട് വീണു. പുതപ്പ് നീക്കി ചന്ദ്ര ക്ലോക്കിലേക്ക് നോക്കി. മണി 5:05. ക്ലോക്ക് മണി മുഴക്കിയത് അറിഞ്ഞതേയില്ല. വേഗം എഴുന്നേറ്റ് വാഷ് ബേസിൽ മുഖം കഴുകി നിലവിളക്ക് കൊളുത്തി ഇടനാഴിയിലേക്ക് നടന്നു. തൃക്കണ്ണാപുരം മനയുടെ പൂമുഖത്ത് ട്യൂബ് ലൈറ്റ് കണ്ണു തുറന്നു. വാതിൽ തുറക്കപ്പെട്ടു. ദീപവുമായി ചന്ദ്ര പുറത്തേക്ക് വന്നു. നിലവിളക്ക് തിണ്ണയിൽ വെച്ച് തൊഴുതു തിരിഞ്ഞു നിന്നപ്പോൾ കണ്ട കാഴ്ച. കരിങ്കല്ലിനു മീതെ കൈവച്ച് വല്യമ്മാവൻ ജീവച്ചവൻ കണക്കെ കിടക്കുന്നു. വല്യമ്മാവോ! ചന്ദ്ര രുദ്രൻ നമ്പൂതിരിയുടെ അരികിൽ ഓടിയെത്തി കുലുക്കി വിളിച്ചു. പിന്നെ അകത്തേക്ക് നോക്കി. മഹേശ്വര മാമ, രാമനായരെ, ഓടി വരീൻ! ചന്ദ്ര ഉറക്കെ കരഞ്ഞു വിളിച്ചു. മഹേശ്വരൻ നമ്പൂതിരിയും കാര്യസ്ഥൻ രാമനായരും ഓടിയെത്തി. അത് കണ്ട് അവരും നടുങ്ങി. ഈശ്വര, വലിയ തിരുമേനി എങ്ങനെ ഇവിടെ എത്തി? രാമനായർ തലയ്ക്ക് കൈവച്ചു.
രുദ്രൻ നമ്പൂതിരി മെല്ലെ കണ്ണു തുറന്നു. ബോധം വന്നപ്പോൾ പിഴഞ്ഞെണീറ്റു. മഹേശ്വരൻ നമ്പൂതിരിയെയും ചന്ദ്രയെയും തെല്ല് പരിഭ്രമത്തോടെ തുറച്ചു നോക്കി. വല്യമാവൻ എങ്ങനെ ഇവിടെ എത്തി? ചന്ദ്ര ചോദിച്ചു. പെട്ടെന്ന് രുദ്രൻ നമ്പൂതിരി വിങ്ങിപ്പൊട്ടി. ആ ദുഷ്ടശക്തികള് മനയെ വലയം ചെയ്തിരിക്കുന്നു. അവൾ ഇന്നലെ വന്നു നമ്മുടെ കിടപ്പറയിൽ പുറത്തേക്കിറങ്ങി ഓടിച്ചു വീഴ്ത്തി. ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ടാ ജീവൻ കിട്ടിയത്. എനിക്കാകെ പേടിയാവാണ്. ചന്ദ്ര ഭയം കൊണ്ട് വിറച്ചു. മരണം അങ്ങനെയാച്ചാ ഭയന്നിട്ട് എന്താ സ്വർണ്ണക്കുട്ടിയെ? രുദ്രൻ നമ്പൂതിരി മരുമകളുടെ തലയിൽ തലോടി. ചന്ദ്രയും മഹേശ്വരൻ നമ്പൂതിരിയും കൂടി രുദ്രൻ നമ്പൂതിരിയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. രാമൻ നായർ കരിങ്കൽ ശില കണ്ടു. പാവം തിരുമേനി, അവസാനത്തെ ആയുധമാക്കിയതാവും. ഇനി എന്തിനാ ഈ കല്ല്? രാമൻ നായർ ശിലയും എടുത്ത് മുറ്റത്തിനപ്പുറം പറമ്പിലെത്തി. പിന്നെ ഒറ്റയേറ്. ശില ചെന്ന് വീണത് പൊന്തക്കാട്ടിൽ. പെട്ടെന്ന് അവിടെ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു. അമ്മേ ദേവി! ഭയവിഹുലതയോടെ അയാൾ അലറിക്കരഞ്ഞ് ഓടി. പിന്നാലെ എത്തിയ ചുഴലിക്കാറ്റ് അയാളെ എടുത്തു പൊക്കി നിലത്തേക്കിട്ട് അപ്രത്യക്ഷമായി. എന്റെ നടു ഒടിഞ്ഞേ! രാമൻ നായർ കരയാൻ തുടങ്ങി. നടുക്കം വിട്ടുമാറിയിട്ടില്ല. രുദ്രൻ നമ്പൂതിരി പൂമുഖത്തെ കസേരയിൽ ഇരിക്കുകയാണ്. ചന്ദ്ര പൂമുഖത്തിണ്ടയിലുണ്ട്. മഹേശ്വരൻ നമ്പൂതിരി മറ്റൊരു കസേരയിലും. നിലത്ത് കാല് നീട്ടിയിരിക്കുകയാണ് കാര്യസ്ഥൻ രാമൻ നായർ. എല്ലാവരുടെ കണ്ണുകളും രാമൻ നായരുടെ നേർക്ക് നീണ്ടു. വൈരങ്കോട്ടമ്മ ഇറങ്ങി വേല ചെയ്തു. അല്ലാച്ചാ! രാമൻ നായർ അർദ്ധോക്തിയിൽ നിർത്തി. മഹേശ്വര! ഒന്ന് ഇരുത്തി മൂളിയിട്ട് രുദ്രൻ നമ്പൂതിരി അനുജന്റെ നേർക്ക് നോക്കിയിട്ട് തുടർന്നു. ഇത് തുടരാൻ പറ്റില്ല. പരിഹാരം കാണണം, എത്രയും വേഗം. ജോത്സ്യരെ കൊണ്ട് പ്രശ്നം വെപ്പിക്കണത് നന്നാവും, മഹേശ്വരൻ നമ്പൂതിരി പറഞ്ഞു. അതാണ് നമ്മുടെയും ചിന്ത. ജീപ്പ് എടുത്തോളൂ. പരപ്പനങ്ങാടി പോയി കൃഷ്ണപ്പണിക്കരെ കണ്ട് ഒന്ന് ഇത്രയിടം എത്താൻ പറയുക. അങ്ങനെ പറഞ്ഞാല് വരുമോ? തിരക്കുള്ള ജോത്സ്യനല്ലേ. അയാൾ നമ്മുടെ ആത്മമിത്രമാണ്. നാം പ്രത്യേകം പറഞ്ഞതായി അറിയിക്കണം. ഇതാ പുറപ്പെടുന്നു. പരിഹാരം കാണുവരെ എല്ലാവരും കരുതിയിരിക്കണം. രുദ്രൻ നമ്പൂതിരി 3 പേരെയും മാറി മാറി നോക്കി. അവർ സമ്മതത്തോടെ ശിരസിളക്കി. ജീപ്പുമായി മഹേശ്വരൻ നമ്പൂതിരി പരപ്പനങ്ങാടിയിലേക്ക് പോയി. ഇന്ത്യയിലെ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനാണ് പരപ്പനങ്ങാടി കൃഷ്ണപ്പണിക്കർ. കൃഷ്ണപ്പണിക്കരുടെ വീട്ടുമുറ്റത്ത് ജാതകവും ഗ്രഹനിലയും അറിയാനെത്തിയവർ മലയാളികളും തമിഴരും ഹിന്ദിക്കാരൊക്കെയുമുണ്ട്. മഹേശ്വരൻ നമ്പൂതിരിയുടെ ജീപ്പ് കൃഷ്ണപ്പണിക്കരുടെ കാർപോർച്ചിനടുത്ത് നിന്നു. കാലിൽ ബുക്ക് ചെയ്തിരിക്കാ? ഒരു തമിഴൻ മഹേശ്വരൻ നമ്പൂതിരിയുടെ അടുത്തെത്തി ചോദിച്ചു. അയാൾ ജോത്സ്യരുടെ അംഗരക്ഷകനും സെക്രട്ടറിയുമാണ്. ബുക്ക് ചെയ്തിട്ടില്ല, മഹേശ്വരൻ നമ്പൂതിരി പറഞ്ഞു. ഒരു പക്കം 40 രാശി നോക്കൂ. ഇന്ന് ഫുള്ളാച്ച്. അത്രയും പറഞ്ഞ് അയാൾ കയ്യിലുണ്ടായിരുന്ന ഡയറി മറിച്ചു നോക്കി. നാളെ മോർണിംഗിൽ മദ്രാസിലേക്ക് പോകും. വെള്ളിക്കിഴമേ തിരിച്ചെത്തും. ഉങ്ങള് ശനിക്കിഴമേ സായങ്കാലം വാങ്ങൂ. രാശി നോക്കാനല്ല, ഒരു വിഷയം ചൊല്ലാനാണ്. അപ്പടിയാ? യാര് വന്നെന്ന് ചൊല്ലണോ? തൃക്കണ്ണാപുരം മനയിലെ ഒരാൾ എത്തിയിരിക്കണമെന്ന് ചൊല്ലുങ്കോ. ഓക്കെ, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അയാൾ അകത്തേക്ക് പോയ ഉടനെ തിരിച്ചെത്തി. ഉങ്ങളെ ഗുരുനാഥൻ കൂപ്പിടുറേ. മഹേശ്വരൻ നമ്പൂതിരി കൃഷ്ണപ്പണിക്കർ രാശി വയ്ക്കുന്ന മുറിയിലെത്തി. കത്തിച്ചു വെച്ച നിലവിളക്കിനു മുമ്പിൽ രാശിപ്പലക, വലിയ താലങ്ങളിൽ നിറയെ കാഴ്ചവെച്ച പഴങ്ങളും മുറുക്കാനും. അതിനടുത്ത് ചമ്രം പടിഞ്ഞിരിക്കുന്ന കൃഷ്ണപ്പണിക്കർ. 50 വയസ്സോളം പ്രായം തോന്നിക്കും. നീണ്ട താടി, വെളുത്ത നിറം, മുറുക്കാൻ കറ പിടിച്ച പല്ലുകൾ, നെറ്റിയിൽ ഭസ്മക്കുറിക്ക് നടുവിൽ ചന്ദനപ്പൊട്ടും കുങ്കുമക്കുറിയും. തേജസ്വിയായ ജ്യോത്സ്യൻ. എന്താ? കൃഷ്ണപ്പണിക്കർ ചോദിച്ചു. തൃക്കണ്ണാപുരം മനയെന്നാ? അതെയോ? പണിക്കർക്ക് സന്തോഷം. രുദ്രൻ നമ്പൂതിരിയുടെ അനുജൻ മഹേശ്വരൻ നമ്പൂതിരി. സപ്തതി കേമായില്ലേ? ഉവ്. ക്ഷണപത്രം കിട്ടിയിരുന്നു. വരാൻ കഴിഞ്ഞില്ല. ശ്രീലങ്കയിലായിരുന്നു. ഇന്ന് കാലത്താ എത്തിയത്. ആട്ടെ, എന്താ വന്ന കാര്യം? ഒന്ന് അത്രടം വരെ വരണമെന്ന് പറഞ്ഞു. വല്ലതും? കൃഷ്ണപ്പണിക്കർ നെറ്റി ചുളിച്ചു. മനക്കൽ ആകെ പ്രശ്നങ്ങളാ. ഉവ്വോ, വൈകുന്നേരത്തോടെ ഞാൻ അങ്ങോട്ട് എത്തിക്കൊള്ളാം. വാഹനം? ഞാൻ എൻ്റെ കാറിൽ വന്നോളാം.
മഹേശ്വരൻ നമ്പൂതിരി തിരിച്ചുപോയി. തൃക്കണ്ണാപുരം മനയിലെ ദോഷങ്ങൾ കണ്ടെത്താനുള്ള ഒരുക്കം പൂർത്തിയായി. ഒരു മുറി തന്നെ അതിനുവേണ്ടി ഒരുക്കി. കൃഷ്ണപ്പണിക്കർ വരുന്നത് നോക്കി മനയിലുള്ളവർ പൂമുഖത്ത് കാത്തിരുന്നു. വൈകുന്നേരത്തോടെ ഒരു മാരുതിക്കാർ മുറ്റത്ത് വന്നു നിന്നു. കൃഷ്ണപ്പണിക്കർ പുറത്തിറങ്ങി. രുദ്രൻ നമ്പൂതിരിയെ നോക്കി തൊഴുതു. കാത്തിരിക്കുകയാണ്, ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് രുദ്രൻ നമ്പൂതിരി പറഞ്ഞു. പൂമുഖത്തിൻ്റെയിലെ കിണ്ടിയെടുത്ത് ചന്ദ്ര പടിയിൽ വെച്ചു. ജ്യോത്സ്യർ പാദം ശുചിയാക്കി നിവർന്നു. അപശകുനം. ജ്യോത്സ്യരുടെ കണ്ണുകൾ പൂമുഖത്തോണിൽ പതിഞ്ഞു. 2 ഗൗളികൾ തുറിച്ചു നോക്കുന്നു. അവയുടെ ഭയപ്പെടുത്തുന്ന നോട്ടമേറ്റ് തെല്ല് സംഭ്രമത്തോടെ രുദ്രൻ നമ്പൂതിരിയെ നോക്കി. ഈ മനയും വളപ്പും അത്ര ശരിയല്ല. ഒന്നിലധികം പ്രേതങ്ങളെ കാണുന്നു, രാശി വെക്കുന്നതിനു മുമ്പ്. ഈശ്വര! രുദ്രൻ നമ്പൂതിരി നെഞ്ചത്ത് കൈവച്ചു. കല്ലും നെല്ലും വേർതിരിച്ചു കാണണം, പ്രതിവിധിയും കണ്ടേ പറ്റൂ. ശ്രമിച്ചു നോക്കാം. ജ്യോത്സ്യർ പൂമുഖത്തേക്ക് കയറിയതും ചന്ദ്ര ബോധം കെട്ട് വീണു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. നന്ദി.